നാട്ടിലെ ടിവിയിലേക്ക് സ്വാഗതം. CPIM സീതത്തോട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊച്ചുകോയിക്കൽ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് സംഘടിപ്പിച്ച ഒരു ജനകീയ മാർച്ച് ഇന്ന് അതിൽ നടത്തിയ ചില പ്രസംഗങ്ങൾ കൊണ്ട് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളിലും ചർച്ചയായിരിക്കുകയാണ്. സമരാവേശം മൂത്ത DYFI നേതാക്കൾ ഫോറസ്റ്റുകാരെ ഭീഷണിപ്പെടുത്തിയ തരത്തിലുള്ള ചില ക്ലിപ്പിംഗ്സുകൾ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ആഘോഷിക്കുമ്പോഴും അതിന്റെ മുഴുവൻ വിഷ്വൽസുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. കർഷകൻ നട്ടുവളർത്തുന്ന അവന്റെ കാർഷികോൽപ്പന്നങ്ങൾ വനത്തിൽ നിന്നും നേരിട്ടിറങ്ങി കൂട്ടത്തോടെ നശിപ്പിക്കുന്നത് നോക്കി നിൽക്കാൻ മാത്രമാണ് നമ്മുടെ കർഷകർക്കും നമ്മുടെ നാട്ടുകാർക്കും കഴിയുന്നത്. അവയെ പ്രതിരോധിക്കാനോ ഒഴിച്ചുവിടാനോ പോലും നമുക്ക് കഴിയുന്നില്ല. നമ്മളെ പ്രതിരോധിക്കാൻ ശ്രമിച്ചാൽ ഉടൻ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ നമ്മളുടെ പേരിൽ ജാമ്യം കിട്ടാത്ത വകുപ്പെടുത്തുകൊണ്ടാണ് കേസുകൾ എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്രദേശത്ത് നമ്മൾ നട്ടുവളർത്തിയ ഏതാണ്ട് 80 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ആഞ്ഞിലി, പ്ലാവും മുതലായ മരങ്ങൾ നമ്മൾക്ക് നമ്മുടെ പട്ടയവസ്തുവിലെ മുറിക്കാൻ നമുക്ക് കഴിയാത്ത ഒരു സാഹചര്യം. അങ്ങനെ അവിടെ നമ്മുടെ വീടിനോ മറ്റ് ആവശ്യങ്ങൾക്കോ വേണ്ടി നമ്മൾ ഒരു പ്ലാവ് മുറിച്ചാൽ അവിടെ വന്ന് നമ്മളെ ഭീഷണിപ്പെടുത്തുകയും നമ്മുടെ പേരിൽ കേസെടുക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് സഖാവ് PR പ്രമോദ്, ജേക്കബ് പളയപ്പള്ളി അടക്കം ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാനരായ നാട്ടുകാരെ, പ്രിയപ്പെട്ടവരെ, വളരെ അടിയന്തരമായി കൊച്ചുകോയിക്കൽ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് CPIMന്റെ നേതൃത്വത്തിൽ ഇങ്ങനൊരു സമരം സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ചെല്ലാം ഇതിനോടകം തന്നെ ഈ പ്രദേശങ്ങൾക്കകത്ത് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ തീരുമാനിച്ചതായ ഒരു സമരമാണ് ഇന്നൊരു വലിയ ജനകീയ പ്രക്ഷോഭമായി മാറിയിരിക്കുന്നത്. CPIMന്റെ കൊച്ചുകോയിക്കൽ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ നടത്താൻ തീരുമാനിച്ചതായ സമരം ഒരു വലിയ ജനകീയ പ്രക്ഷോഭമായി ഈ മേഖലയിലാകെ മാറുകയാണ്. സമരത്തിന് ആധാരമായി നിരവധിയായ കാരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വന്യമൃഗ ആക്രമണം തന്നെയാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നട്ടുവളർത്തുന്നതായ കൃഷി വിളകൾ സംരക്ഷിക്കാനും അത് വിളവെടുക്കാനും കഴിയാത്തതായ സാഹചര്യം വന്യമൃഗങ്ങളുടെ ശല്യം മൂലം ഈ പ്രദേശത്തിനകത്തുണ്ടാവുകയാണ്. വന്യമൃഗങ്ങളെ ആട്ടിയോടിക്കേണ്ടുന്നതായ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ അതിന് നേതൃത്വം കൊടുക്കാതെ ഈ നാട്ടിലാകെ ആർത്തുല്ലസിച്ച് മദ്യലഹരികൾ ആറാടുന്നതായ കാഴ്ച ഈ നാളുകൾക്കകത്ത് നമ്മൾ കണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനം നമ്മൾ കണ്ടു, 3-4 ദിവസങ്ങൾക്ക് മുമ്പാണ് കൊച്ചുകോയിക്കൽ ജംഗ്ഷനിൽ തന്നെ മരം മുറിച്ചിട്ടിരിക്കുന്നതായ സ്ഥലത്ത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ ചെല്ലുകയാണ്. അവിടെ ചെന്ന് നമ്മൾ കണ്ട വിചിത്രമായ കാഴ്ച, ഒരു കാലത്ത് നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പ്രവണതയാണ് കൊച്ചുകോയിക്കൽ ചില ഓഫീസർമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഒരു വീട്ടിന്റെ പടിക്കൽ തടി കിടക്കുന്നത് കണ്ടുകൊണ്ട് ആ വീട്ടിന്റെ ചെന്ന് ആ വീട്ടുകാരെ വിളിച്ചു ഇറക്കുകയാണ്. വീട്ടിൽ വിശ്രമ മുറിയിലിരുന്നു കൊണ്ട് TVയിലൂടെ വാർത്ത കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ വീടിന്റെ കഥകിൽ ബൂട്ടിട്ടുകൊണ്ട് ചവിട്ടുകയാണ് ചില ഓഫീസർമാർ. ഈ നാട്ടിലെ വീടുകളിലാകെ കഥക് തല്ലിപ്പൊടുക്കുന്നതായ ശീലം ഇതിനു മുമ്പ് ഇവിടുത്തെ ചില ഓഫീസർമാർക്കുണ്ടായിരുന്നു. അങ്ങനെ ബൂട്ടിട്ടുകൊണ്ട് കഥക് തകർത്ത് അതിനകത്തു നിന്ന് ആളുകളെ വിളിച്ചിറക്കി ഇവിടെ കിടക്കുന്ന തടി എന്ത്, അതിന്റെ സ്ഥിതി എന്ത് എന്നതിനെ സംബന്ധിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള ആളുകൾ ചെല്ലുന്നത്. ഈ നാട്ടിലെ ജനങ്ങളുടെ സംരക്ഷണയിലാണ് ഈ വനം നിൽക്കുന്നത്. ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ സംരക്ഷണം കൊണ്ടല്ല, ഈ ജനങ്ങൾ ഒന്നാകെ ഈ വനം സംരക്ഷിക്കാൻ നിശ്ചയിച്ചത് കൊണ്ടാണ് ഇന്നും നല്ലൊരു വനമായി കൊച്ചുകോയിക്കൽ പ്രദേശത്തെ വനം നിൽക്കുന്നത്. അങ്ങനെ സംരക്ഷിക്കുന്നതായ ആളുകളുടെ വീട്ടിൽ അതിന്റെ കഥക് ബോട്ടിട്ട് പൊളിക്കാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ നിങ്ങൾ ഒന്നോർത്തോളം, ഈ ഓഫീസിൽ നിന്നും ബോട്ടിട്ട് പൊളിക്കാൻ വരുന്നതായ, ചവിട്ടിപ്പൊളിക്കാൻ വരുന്നതായ ഓഫീസർമാർ ഒറ്റക്കാലിൽ നടക്കാനുള്ളതായ അഭ്യാസം കൂടി പഠിച്ചിട്ട് വേണം ഈ പണിക്ക് ഇനി ഇറങ്ങാൻ എന്നുള്ളത് കൂടി സൂചിപ്പിക്കുകയാണ്. നിങ്ങൾ ചവിട്ടിപ്പൊളിക്കാൻ വന്നാൽ ഏതു നിലയിൽ പ്രതിരോധിക്കണമെന്നതിനെ സംബന്ധിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. പിന്നീട് ഒരു കാഴ്ച സ്ഥിതി, അവിടെ മുറിച്ചിട്ടിരിക്കുന്നതായ മരം ഏതെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇറങ്ങിയത് പോലും. അത് ചന്ദനമാണോ തേക്കാണോ എന്നാണ് അവർക്ക് അറിയേണ്ടുന്നത്.
പ്ലാവിന്റെ തടി ഇതുപോലെ റോഡിന്റെ സൈഡിൽ കിടന്നാൽ അത് ചന്ദനമാണോ തേക്കാണോ എന്നറിയണമെങ്കിൽ ഇറങ്ങി മണപ്പിച്ചു നോക്കേണ്ട സ്ഥിതിയിലേക്ക് ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ മാറുകയാണ്. നിങ്ങളുടെ മണം പിടിക്കുന്ന പരിപാടി കൊണ്ടുള്ള ഇവിടുത്തെ വീടാന്തരം കയറി ഇറങ്ങിച്ചെന്ന മണം പിടിച്ചുകൊണ്ട് തിരിച്ചറിയാനുള്ളതായ അഭ്യാസമാണ് നിങ്ങൾ തുടരാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇങ്ങനെ ഒരു ഓഫീസ് ഇനിയും ഇവിടെ പ്രവർത്തിക്കണോ വേണ്ടയോ എന്നതിനെ സംബന്ധിച്ച് നാട്ടുകാർ തീരുമാനിക്കപ്പെടും. ഈ നാട്ടിലെ ജനങ്ങൾ നാട്ടുവാർത്തയായ മരങ്ങൾ മുറിക്കും. ചന്ദനവും തേക്കുമൊക്കെ കണ്ടാൽ തിരിച്ചറിയാനുള്ളതായ ശേഷി നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ ഉപയോഗിച്ചോണം. അവിടുന്ന് ഏറ്റവും അവസാനം അവിടെ വന്ന ആളുകളോട് ഇത് ചന്ദനമല്ല, ഈട്ടിയല്ല, തേക്കല്ല, ഇത് പ്ലാവാണ്, നിങ്ങൾ തിരിച്ചു പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ വാഹനത്തിൽ കയറ്റി അയക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആ ജംഗ്ഷനിൽ ആൾ കൂടുന്നു. അവിടെ കൂട്ടിയതായ നാട്ടുകാർ എന്നുള്ളവരോട് പറയുന്നു, ഇത് തേക്കല്ല, ഇത് പ്ലാവാണ്, നിങ്ങൾ പോകണം. പോകുന്ന വഴിയിൽ അവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനോട് സുരേഷ് എന്ന് പറയുന്ന ഒരാളാണ് ചാർജിനായി വന്നത്. ആ സുരേഷിന്റെ തോളിൽ നിന്ന് തട്ടി, സാറേ നിങ്ങൾ പൊക്കോ, ഇനിയും ഇവിടെ നിന്നാൽ ആളുകൾ കൈകാര്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും, നിങ്ങൾ പൊക്കോണമെന്ന് പറഞ്ഞു. അങ്ങനെ സുരേഷിന്റെ തോളിൽ നിന്ന് തട്ടി ജീപ്പിൽ കയറ്റി വിട്ടപ്പോൾ ഇവർ കേസ് കൊടുത്തിരിക്കുകയാണ്. കൊലപാതക ശ്രമം. പ്രിയമുള്ളവരെ, നമ്മളറിയണം, സുരേഷിന്റെ തോളത്താണ് അവരുടെ കൊല. അവനെ കൊലപ്പെടുത്താൻ തോളത്ത് പറ്റിയപ്പോൾ കൊലപാതക ശ്രമത്തിൽ കേസെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കേസെടുത്ത് കൊടുത്തിരിക്കുന്നത്. പ്രിയപ്പെട്ട സുരേഷും നിന്റെ സഹപ്രവർത്തകരും അറിയാൻ പറയുന്നു, നിന്റെ ദേഹത്ത് മുഴുവൻ കൊലയാണെങ്കിലും ഇനിയും നീ നാളെ മുതൽ കൂടുതൽ കേസ് കൊടുക്കേണ്ടതായി വരും. കൊലപാതക ശ്രമത്തിന് ഇനിയും നിങ്ങൾ കൂടുതൽ. നമ്മുടെ നാട്ടിൽ നമ്മുടെ കൃഷിഭൂമിക്കകത്ത് നട്ടുവളർത്തിയ മരങ്ങൾ ഉൾപ്പെടെ വെട്ടുന്നതിന് വേണ്ടി കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ഈ 75-ാം ബ്ലോക്കിലടക്കം നമ്മൾ നമ്മുടെ ഭൂമിക്കകത്ത് കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കഴിയാത്ത സാഹചര്യം ഫോറസ്റ്റുകാരുടെ നടപടികൾ മൂലം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരോട് വളരെ അപമര്യാദയായി പെരുമാറുകയും വൈകുന്നേരങ്ങളിൽ അവരുടെ വീട്ടിൽ അവർക്ക് താമസിക്കാൻ കഴിയാത്ത രൂപത്തിലേക്കുള്ള സംഘർഷാവസ്ഥ സൃഷ്ടിക്കുന്ന രൂപത്തിലേക്ക് മാറുകയും ചെയ്യുകയാണ്. ചില വീടുകളുടെ കഥകിൽ പോയി മുട്ടുകയാണ്. ചില വീട്ട് തല്ലിപ്പൊട്ടിച്ച് കയറാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കൊള്ളണം ഈ നാട്ടിലെ ചരിത്രം എന്താണെന്നുള്ളത്. ഈ നാട്ടിൽ മുമ്പ് സഖാവ് പ്രമോദ് സൂചിപ്പിച്ചതുപോലെ ഈ നാട്ടിൽ കുടിയേറി പാർത്ത ആളുകളെ അവിടെ കൃഷിഭൂമിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റാണ് ഇവിടെ ഈ സേത്തോട് പഞ്ചായത്തിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ പോലെയുള്ള പല ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ നേരിട്ടിട്ടുണ്ട്. ഈ നാടിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തിയിട്ടുള്ളവരാണ് ഞങ്ങൾ. ഞങ്ങളെ നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങളുടെ പൂർവികരോട് ചോദിച്ചു നോക്കുക. ഞങ്ങൾ ഈ നാട്ടിൽ ഈ ജനങ്ങൾക്ക് വേണ്ടി, ഈ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന്. എന്നിട്ട് നിങ്ങൾ വീട് തല്ലി പൊട്ടിക്കാനും ഈ കൃഷിഭൂമിയിൽ നട്ടുവളർത്തിയ മരങ്ങൾ വെട്ടുമ്പോൾ കള്ളക്കേസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടും വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ ചരിത്രമാണ് എന്നുള്ളതാണ് എനിക്കൊന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഇവിടെ നമ്മൾ എന്തെങ്കിലും ആരോപണം ഉന്നയിച്ചാൽ ഉടനെ കള്ളക്കേസ് എടുക്കുന്ന ഒരു സമീപനം നിലനിൽക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ തോളെ തട്ടിയതിന്റെ പേരിൽ കൊല നടത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും എവിടെയെങ്കിലും നിന്ന് പറഞ്ഞാൽ അവൻ ഈ നാട്ടിലെ മുഴുവൻ കൊള്ളക്കാരനാണ്, കള്ളനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിലപാട് സ്വീകരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലൊക്കെ ഇവർ കള്ളക്കേസും ഇത്തരത്തിൽ അതിക്രമവും കൊണ്ടൊക്കെ ഇവരെ അഴിഞ്ഞാടാമെന്നാണ് ഇവർ വിചാരിക്കുന്നതെങ്കിൽ ഒന്ന് ഇവരുടെ മുഴുവനാളം മനസ്സിലാക്കിക്കൊള്ളുക. നിങ്ങൾ തന്നിത്തോട്ടിന്റെ ലോക്കൽ സെക്രട്ടറി പറഞ്ഞത് കാര്യമെന്നുള്ളതാണ്. ഞങ്ങൾ ജനകീയ ജനാധിപത്യ വിപ്ലവം മാത്രമല്ല, സായുധ വിപ്ലവം നടത്തുന്നതിന് വേണ്ടിയും അറിയാവുന്നതാണ്. കാര്യം മാത്രമല്ല, കയ്യിൽ തട്ടി നിങ്ങളുടെ ഈ അതിക്രമങ്ങൾ അവസാനിപ്പിക്കാൻ അറിയാവുന്നതാണ് ഞങ്ങൾ. പക്ഷെ ഞങ്ങളതൊന്നും തൽക്കാലം അത്തരത്തിലേക്കൊന്നും പോകുന്നതിന് വേണ്ടിയിട്ടൊന്നും ചിന്തിച്ചിട്ടില്ല. ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് സൂചന നൽകുകയാണ്. ഇനി നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്കെതിരെ അതിക്രമം സംഘടിപ്പിക്കാൻ തയ്യാറാവരുത്, കള്ളക്കേസെടുക്കാൻ തയ്യാറാവരുത്. ഇവിടെ നാട്ടിലെ ആളുകൾ പരാതി കൊണ്ടുവരുമ്പോൾ പരാതിക്കാരനെ കുറ്റക്കാരനെന്ന് കണ്ടുകൊണ്ട് അവരുടെ വീടുകളുടെ മുന്നിൽ പോയി നിന്നുകൊണ്ട് സോമാനിക്കുന്ന വഴിയും അവസാനിപ്പിച്ചു കൊള്ളണമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ. കേസ് കൊടുക്കേണ്ടതായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും.